തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണില്ല എന്നുള്ളതാണ്. അതിനായി അവർ പറയുന്ന ന്യായം ഈ മാധ്യമ സമ്മേളനം സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ ബന്ധപ്പെട്ടിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപാകെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിൽക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ട് പോവുകയാണ്. പിന്നീട് കാണാം എന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിൽ കാര്യമായ അല്ലെങ്കിൽ കാതലായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെ ആയിരുന്നു നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മാധ്യമങ്ങളെ അദ്ദേഹം കാണും എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രധാനപ്പെട്ട നേതാക്കളടക്കം, അദ്ദേഹവുമായി വ്യക്തിപരമായി സൗഹൃദമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹപൂർവ്വമായ ഒന്നല്ലെങ്കിൽ രാജി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റായ ആരോപണങ്ങളാണെന്ന് സമർത്ഥിക്കുക. ഏതെങ്കിലും ഒന്നാണല്ലോ ചെയ്യാനിരിക്കുക. അപ്പൊ അതിനെ തടസ്സപ്പെടുത്തുന്നത് എന്തിന്റെ ഒരു തീരുമാനത്തിന്റെ പ്രകാരമാണ് മറ്റു നേതാക്കൾ? അഭിലാൽ, ഒന്നുമില്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമം, ഇതിലേതെങ്കിലും ഒന്നാണല്ലോ സംഭവിക്കുക. പിന്നെ എന്തിനാണ് നേതാക്കൾ രാഹുലിനെ പിന്മാറ്റം നടത്തുന്നത്? രണ്ട് കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ രാഹുൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും തുടർച്ചയായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ ഏത് വിഷയത്തിൽ അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയും? അത് കൂടുതൽ കാര്യങ്ങളെ വഷളാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയായിരിക്കാം ഒരു കാര്യം. മറ്റൊന്ന്, ഒരുപക്ഷേ കടുത്ത സമ്മർദ്ദങ്ങളെ തുടർന്ന് ഇനി MLA സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് രാഹുൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു പ്രഖ്യാപനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണോ എന്നുള്ളത്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് നേതൃത്വം ഇടപെട്ടുകൊണ്ട് അത് തടസ്സപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. ചുരുക്കത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, രാഹുലുമായി ഏറ്റവും സൗഹൃദം പങ്കിടുന്ന ചില ആളുകൾ രാഹുലിനെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിലൊരു നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി പരസ്യമായി ഒരു പെൺകുട്ടി രാഹുലിന്റെ പേര് പറയാതെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ തുടർന്ന് തൊട്ടടുത്ത ദിവസവും പിന്നീടുള്ള മണിക്കൂറുകളായി പല കോണിൽ നിന്നും പല തലത്തിലുള്ള ആരോപണങ്ങൾ വിവിധ വ്യക്തികളുടെ ഭാഗത്തു നിന്നായി ഉയർന്നു വന്നിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ MLA സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരെ മുൻപും പലതരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടിലധികം ആളുകളുടെ ഭാഗത്തു നിന്നും ആരോപണങ്ങൾ, അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വരുന്നത് ഇത് ആദ്യ സംഭവമാണ്. രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം നേടിയെടുത്ത പദവികളും ഒക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ രാഷ്ട്രീയപരമായ നല്ല നാവിന്റെ ഉടമയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം നേരിട്ട ആരോപണങ്ങൾക്കും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കും സമാനതയില്ലാത്ത മേഖലയും തലങ്ങളുമുണ്ട്. അത് കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും രാഹുൽ തുടർച്ചയായി ഉയർന്നു വരുന്ന ആരോപണങ്ങളെ തുടർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ രാജിക്ക് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളെ തുടർന്ന് അതുതന്നെയാണ് നേതൃത്വത്തിൻ്റെ ഇടപെടലിന് വഴിവെക്കുകയും ആ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം മാധ്യമ സമ്മേളനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങളെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ കാണാം എന്ന് ഒരു വാചകത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശം ഒതുക്കുകയാണ് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്ന പിന്തിരിഞ്ഞിരിക്കുന്നു. അത് രാഹുൽ മാധ്യമങ്ങളെ കാണും, കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ ആശയവിനിമയം നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്തിരിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാൽ, ഇപ്പോൾ ഇന്ന് രാവിലത്തെ VD സതീഷിന്റെ ഒക്കെ പ്രതികരണം ഒരു കടുത്ത നടപടിക്ക് പാർട്ടി തയ്യാറായേക്കുമെന്നൊരു സൂചന നൽകുന്നതായിരുന്നു. ആ നിലയ്ക്ക് കൂടിയാണ് രാഹുൽ രാജിവെച്ചേക്കുമെന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പിക്കാവുന്ന തലത്തിലേക്കൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടിയിൽ മുതിർന്ന നേതാക്കളുടെ ഒരു തീരുമാനമുണ്ടോ? MLA സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ ഏത് വിധേന, ഇപ്പോൾ നിയമപരമായി ഇതുവരെ ഒരു കേസുമില്ല എന്നതാണ് ഒരു പിടിവള്ളിയായി നിൽക്കുന്നത്. ഏത് വിധേനയും ഇതിനെ നേരിടുക എന്ന, അല്ലെങ്കിൽ രാഹുലിന് അതിനുവേണ്ടി ഒരു പിന്തുണ നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നുണ്ടോ? ഇത് വ്യക്തത വരുത്തുന്നില്ലല്ലോ ഇക്കാര്യത്തിൽ.
കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ തലമുറയിലെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം തന്നെ വി.ഡി. സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്നുകൂടിയുള്ള ഒരു വിശേഷണം അദ്ദേഹം കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയുമായി വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി കൈവെടിയുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ വരികയും അദ്ദേഹത്തിന്റെ ആദ്യഘട്ട നടപടി എന്നുള്ള പരാമർശം രണ്ടാം ഘട്ടത്തിൽ മറ്റൊന്നുകൂടി വരാനിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ കൂടി നൽകിയിരുന്നു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ രാജിവെക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് അത് വഴിവരന്നിടുകയും അത് ശക്തി ബലവും കൂട്ടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ അതിനുശേഷം വീണ്ടും ശബ്ദരേഖയുടെ വിവാദം വീണ്ടും രാഹുലിനെ വട്ടമിട്ട് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അങ്ങനെ വിശദീകരിച്ചാൽ മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയെ രാഹുൽ അഭിമുഖീകരിക്കുന്നു എന്നുള്ള വിഷയം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും രാഹുലും തിരിച്ചറിയുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപാകെ സംസാരിക്കാമെന്ന തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മാധ്യമ സമ്മേളനം വിളിക്കുന്നതായി അറിയിച്ചു. അങ്ങനെ വിവിധ കൂടുകളിൽ നിന്നും മാധ്യമ പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തുന്നു. അതിനുശേഷം അരമണിക്കൂർ കൂടി പിന്നിടുമ്പോഴാണ് മാധ്യമ സമ്മേളനത്തിൽ നിന്നും പിന്മാറുന്നു